ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രേട്ടസാണ്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ 4 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പാരാഗ് ഫാഷനിൽ നിന്ന് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ നോർമലി എടുക്കുന്ന ക്രേപ്പിൻ്റെ മെറ്റീരിയലിനേക്കാളും കട്ടിക്കുറവാണ് ഈ ഒരു മെറ്റീരിയലിന്. അപ്പോൾ നമുക്കിത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. 10 ഇഞ്ചസ് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് 18 ഇഞ്ചസാണ്. ബാക്കി 2 ഇഞ്ചസ് ബാലൻസ് വരും. അത് നമുക്ക് ഹെഡ് ബാൻഡിന് വേണം. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. 10 ഇഞ്ചസ് നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സൈസ് ജിൽബാബിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളുമാണ് കേട്ടോ ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 ഇഞ്ചസ് ബാലൻസ് വന്നത് നമുക്ക് ഹെഡ് ബാൻഡിന് മാറ്റി വെച്ചു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് 8 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി മുകളിലത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻട്രൽ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ആ ഒരു പോർഷനില്ലേ അവിടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 സ്ലീവായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പീസും ബാക്ക് പീസുമാണ്. ഫ്രണ്ട് പീസിന് 60 ഇഞ്ചസും ബാക്ക് പീസിന് 80 ഇഞ്ചസുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 4 മീറ്ററിൽ കറക്റ്റ് 80 ഇഞ്ചസും 60 ഇഞ്ചസും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 60 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തപ്പോൾ വളഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ലെങ്തിൽ ചെറിയ ഇഷ്യൂസ് വരും. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാം. അതായത് ലെങ്ത് കൂടിയ പീസ് എടുക്കുക. 80 ഇഞ്ചസ് നമ്മൾ കട്ട് ചെയ്തില്ല. ആ പീസ് എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു എൻഡ് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. 1/4 ഇഞ്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കതിനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയെടുക്കാം. ഓക്കെ, ഇനി മുകളിൽ നിന്നും താഴേക്ക് 11 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഫൂട്ട് തിരിച്ചിട്ട് നമുക്ക് താഴേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ഫേസ് ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫ്രീ സൈസിന് നോർമലി 10.5 11 ഇഞ്ചസാണ് എടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോളൊരു മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ ചുരുട്ടി അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് 1/4 ഇഞ്ച് ഒന്ന് മടക്കുക, വീണ്ടും ഒന്നും കൂടി മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് വർക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ബിസിനസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഞാനും തുടക്കത്തിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. തനിയെ പഠിച്ചെടുത്തതാണ്. നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഞാൻ എന്താ ചെയ്ത് ആദ്യം ഷോപ്പിൽ പോയിട്ട് ഒരു 5 പീസ് 5 പ്രേട്ടേഴ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഓർഡറൊന്നും വന്നിട്ടില്ലായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തന്നു. അങ്ങനെ ആ ഒരു 5 പീസ് സെയിലായിപ്പോയി. അതിൽ നിന്ന് പിന്നെ ഞാനൊരു 10 പീസാക്കി. അങ്ങനെ ഒരു 10 പീസ് നമ്മളെടുത്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്തു. അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓർഡർ വരില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓർഡേഴ്സൊക്കെ വരും കേട്ടോ. ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത ഇൻസ്പിറേഷൻ കാരണം അവർ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു പെർഫെക്ഷൻ വേണം. നമ്മൾ ചെയ്യുന്ന കാര്യം അത് നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്കത് കസ്റ്റമേഴ്സിന് കൊടുത്താൽ അവർ വീണ്ടും ഓർഡേഴ്സ് തരും. അവർ നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെ വേറെ ആൾക്കാർ അവർക്കറിയുന്നവർക്ക് അവർ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമുക്ക് അതുവഴിയും ഓർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ ഫ്രണ്ട് പീസ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സെൻറ്റർ പോർഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു എൻഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി രണ്ട് സൈഡിലേക്കും സെൻറ്റർ പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ നമുക്കൊരു 1/2 ഇഞ്ചസ് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇത് ഇലാസ്റ്റിക്കാണ് കേട്ടോ, ഞാൻ റോളായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ റോളായിട്ട് എടുക്കുന്നതാണ് ലാഭം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് 8 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് 8 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ 2 പീസസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക് നമുക്ക് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതിൻ്റെ 2 എൻഡിലും നമുക്ക് ഇലാസ്റ്റിക് പുറത്തേക്ക് ഊരി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. 2 സൈഡിലും സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം 1/2 ഇഞ്ച് അലവൻസ് വിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 2 ഇഞ്ചസോളം നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ബാക്കി പോർഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൈഡൊക്കെ ചുരുട്ടി അടിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു 1/2 ഇഞ്ചസ് വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചുരുട്ടി അടിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ എൻഡ് വരെ ഇതുപോലെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്യാം. ഈ സ്ലീവിൻ്റെ ഈ ജോയിൻറ്റ് വരുന്ന പോർഷനിൽ ചിലപ്പോൾ ഹോള് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ മതി. ഇവിടെ ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ മതി. നമ്മൾ ഇപ്പോൾ ചുരുട്ടി അടിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം എത്താതെ വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്രെഡ് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമുക്ക് റേറ്റ് കുറവിന് വാങ്ങാനായിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ഹോൾസെയിൽ ഷോപ്പൊക്കെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെ ഹോൾസെയിലായിട്ടും എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കൊരു 5 പീസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കൂലേ, ആ ഒരു പോർഷൻ ഇതുപോലെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അതവിടെ പതിഞ്ഞിരുന്നോളും. മറ്റത് പുറത്തേക്ക് ആ ഒരു സീം അലവൻസ് ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കൂലേ, അത് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 സ്ലീവും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടും താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ബോട്ടം റൗണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഹെഡ് ബാൻഡാണ് വേണ്ടത്. ഹെഡ് ബാൻഡ് നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 24 ഇഞ്ചസ് ആണ്. അപ്പോൾ ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് 2 പീസ് നമുക്ക് കിട്ടുമല്ലോ, അത് നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് 24 ഇഞ്ചസ് എടുക്കുക. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് 2 സൈഡും 2 എൻഡും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഇലാസ്റ്റിക് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്യില്ല, അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് 12 ഇഞ്ചസ് ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സെയിം 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് തന്നെയാണ് കേട്ടോ, നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം. സ്ലീവിന് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് പോർഷൻ ഇതുപോലെ ഒന്ന് കോർത്തിട്ട് ഇതിൻ്റെ എൻഡ് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം, ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഇലാസ്റ്റിക് ഫുള്ളായിട്ട് ഇങ്ങ് കയറിപ്പോരും. 2 എൻഡിൽ ഇതുപോലെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫേസിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് 4.5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 എൻഡും 2 സൈഡിലും നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം 2 എൻഡും നമുക്ക് ജോയിൻ ചെയ്യാം. സിമ്പിളായിട്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രെഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.